ദമ്പതികൾ പരസ്പരം പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ. ഏതൊരു ബന്ധത്തിലും ഫലപ്രദമായ ആശയവിനിമയം നിർണായകമാണ്. ആരോഗ്യകരവും ക്രിയാത്മകവുമായ ബന്ധം നിലനിർത്താൻ ദമ്പതികൾ പരസ്പരം പറയുന്നതിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദമ്പതികൾ പരസ്പരം പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ ഇതാ. 1. അപമാനിക്കൽ. അപകീർത്തികരമായ ഭാഷയോ അധിക്ഷേപങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. 2. ഭൂതകാലത്തെപ്പറ്റിയുള്ള സംസാരം. മുൻകാല തെറ്റുകളോ ആവലാതികളോ നിരന്തരം സംസാരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം നിലവിലെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 3. ഭീഷണികൾ അല്ലെങ്കിൽ അന്ത്യശാസനം. ഭീഷണിപ്പെടുത്തുന്ന ഭാഷയോ അന്ത്യശാസനങ്ങളോ ശത്രുതാപരമായ അന്തരീക്ഷം സൃഷ്ടിക്കും. അന്ത്യശാസനങ്ങൾ ഉപയോഗിക്കുന്നതിനു പകരം തുറന്ന ആശയവിനിമയത്തിലൂടെ വിട്ടുവീഴ്ചകളും പരിഹാരങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക. 4. മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങൾ. നിങ്ങളുടെ പങ്കാളിയെ മറ്റുള്ളവരുമായി നെഗറ്റീവായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക. അത് അപര്യാപ്തതയുടെയും നീരസത്തിൻ്റെയും വികാരങ്ങളിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ പങ്കാളിയുടെ അതുല്യമായ ഗുണങ്ങളെയും ശക്തികളെയും അഭിനന്ദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 5. പരിഹാസ്യമായ പരാമർശങ്ങൾ. പരിഹാസം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. അത് തെറ്റിദ്ധാരണകളിലേക്ക് നയിച്ചേക്കാം. അനാവശ്യ പിരിമുറുക്കം ഒഴിവാക്കാൻ വ്യക്തമായും മാന്യമായും ആശയവിനിമയം നടത്തേണ്ടത് പ്രധാനമാണ്. 6. ഉദ്ദേശങ്ങൾ അനുമാനിക്കുന്നു. വ്യക്തതയില്ലാതെ പങ്കാളിയുടെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതരുത്. നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് തെറ്റിദ്ധാരണകൾക്കും അനാവശ്യ സംഘർഷങ്ങൾക്കും ഇടയാക്കും. വ്യക്തത ആവശ്യപ്പെടുക. നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുക. 7. കുറ്റപ്പെടുത്തലും ആരോപണങ്ങളും. പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നതിനു പകരം നിങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു പ്രതിരോധ പ്രതികരണം ഒഴിവാക്കാൻ സഹായിക്കുകയും പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സഹകരണപരമായ സമീപനം വളർത്തുകയും ചെയ്യുന്നു. ആശയവിനിമയം എന്നത് 2 വഴികളുള്ള സ്ട്രീറ്റാണെന്ന് ഓർക്കുക. 2 പങ്കാളികൾക്കും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സുരക്ഷിതവും തുറന്നതുമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. ബന്ധത്തിൽ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ സഹാനുഭൂതിയോടും ആദരവോടും കൂടി അഭിസംബോധന ചെയ്യുന്നത് ശക്തമായ ബന്ധത്തിന് സഹായിക്കും.